ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്നാപക യോഹന്നാൻ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്. ഏതേത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി അനുവാചകർക്ക് മനസ്സിലാകും വിധം യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. യഹൂദരുടെ ഇടയിലെ ഏറ്റവും ആഘോഷമായ തിരുനാളുകളിലൊന്നാണല്ലോ യോം കിപ്പുരീം അല്ലെങ്കിൽ പാപപരിഹാര ബലി. ഈ പാപപരിഹാര ബലിക്കായിട്ട് യഹൂദർ അവലംബിക്കുന്ന രീതി നമുക്ക് സുപരിചിതമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് ഊനമറ്റ ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് ആ ആട്ടിൻകുട്ടിയുടെ ശിരസ്സിൽ ഒരുമിച്ച് കൈകൾ വെക്കും. അവർ അന്നോളമുള്ള അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ പാപമേഖലകളും കുറവുകളുമെല്ലാം ഈ ആടിൻ്റെ മേൽ ആരോപിക്കുകയാണ്. അതിനുശേഷം ഈ ആടിനെ വനാന്തരത്തിലേക്ക്, വിജനതയിലേക്ക്, മരുഭൂമിയിലേക്ക് തുറന്നുവിടും. മരുഭൂമിയിൽ വന്യമൃഗങ്ങൾ ആ ആടിനെ ക്രൂരമായി പിച്ച് ചീന്തി കൊല്ലും. അങ്ങനെ ആ ആട് മരുഭൂമിയിൽ വെച്ച് യഹൂദ ജനതയ്ക്ക് വേണ്ടി, യഹൂദ സമൂഹത്തിലെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ബലി ചെയ്യപ്പെടും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ പാപങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുമെന്ന് യഹൂദ ജനത വിശ്വസിച്ചിരുന്നു. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറയുന്നു, ഇവൻ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ട്, ഈ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിലെ സമസ്ത ജനങ്ങൾക്കും വേണ്ടിയിട്ട് പാപപരിഹാര ബലിയായി കാൽവരി കുരിശിൽ അവൻ ഹോമിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന വലിയ സത്യം സ്നാപകൻ നമ്മുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. ഈ തുറന്നു പറച്ചിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി, യഹൂദ ജനതയോട് ചേർന്ന് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി നെറുകയിൽ ബലിയായി അർപ്പിക്കപ്പെട്ടുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി അവൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ബലി കഴിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. അവൻ എനിക്ക് വേണ്ടി രക്ഷയൊരുക്കാൻ കാൽവരിയിൽ വെറുമയാക്കപ്പെട്ടുവെങ്കിൽ ആ രക്ഷാകര അനുഭവം ഞാൻ സ്വന്തമാക്കേണ്ടത് അവനെ അടുത്ത് അനുകരിച്ചുകൊണ്ട്, അവനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട്, അവൻ കാട്ടിത്തന്ന പുണ്യവഴികളിലൂടെ നടന്നുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ അങ്ങനെ നടക്കുന്നവരാകാൻ ആഗ്രഹിക്കാം. യേശുവിൻ്റെ പന്ഥാവിലൂടെ, ക്രിസ്തു മാർഗത്തിലൂടെ ക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൻ്റെ ഉപാസകരാകാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ഈ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യമായി കരുതി ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ഉത്തരവാദിത്വപൂർണമായ നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. തൻ്റെ ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റിയിട്ട് യേശുവിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ട് വിടവാങ്ങുന്ന ഈ സ്നാപകൻ്റെ പുണ്യം കൂടെ നമുക്കൊന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. യേശു ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കുന്നത് യേശുവാണ് എന്ന തിരിച്ചറിവ് വചനപ്രഘോഷകർക്കും വൈദികർക്കും സമർപ്പിതർക്കുമൊന്നും നഷ്ടപ്പെട്ടുകൂടാ. തങ്ങളുടെ അഹങ്കാരത്തിൻ്റെയും താൻപോരിമയുടെയും എൻ്റെ കഴിവാണ്, ഞാൻ മൂലമാണ്, ഞാൻ വഴിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നത് ഈ ലോകത്തിൻ്റെ വൈകൃതം. വചനപ്രഘോഷണ മേഖലയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ ദൈവം ചിലരെ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അഹങ്കാരത്തിൻ്റെ ആൾരൂപങ്ങളായവർ മാറണമെന്നല്ല. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുവാനും കർത്താവ് യേശു ക്രിസ്തുവാണ് തങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടാനും അവർക്ക് സാധിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ചിന്ത കൂടെ ചേർത്ത് വെക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.